ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് എളുപ്പത്തിൽ നല്ല പെട്ടെന്നും നല്ല ടേസ്റ്റിയിലും ഒരു കിടിലൻ സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, സവാള, കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാ. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ച അതേ പാനിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാണ് കേട്ടോ. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയുടെ പകുതി സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കേബേജും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കേബേജ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് കുറവേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ ചേർക്കുക കേട്ടോ. ഇതും ചെറുതാക്കി തന്നെയാണ് അരിഞ്ഞേക്കണത്. ഇത് ഒരുപാടിട്ട് വെന്ത് ഉടക്കണ്ട കേട്ടോ, കാരണം പച്ചക്കറിയല്ലേ, ഒരുപാട് അങ്ങോട്ട് വേവേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴൊക്കെ തീ കൂട്ടിയിട്ടിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക, കാരണം ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് ചിക്കൻ വേവിച്ചേക്കണത്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം എരിവിന് കുറച്ച് കുരുമുളകും പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഞാനിവിടെ ചേർത്തിട്ടില്ല, കാരണം മോളും കൂടി കഴിക്കണതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതിൽ ചേർക്കാം കേട്ടോ. ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ച ചിക്കനാണ് കേട്ടോ. വേവിച്ചതാണ്. അത് കൈകൊണ്ട് പിച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. മിക്സിയിൽ അടിക്കുമ്പോൾ വലിയ പീസായിട്ട് കിട്ടില്ല, ഇങ്ങനെ ആകുമ്പോൾ വലിയ പീസായിട്ട് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ലാസ്റ്റ് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും കഴിക്കുമ്പോൾ നമ്മുടെ ഷവർമ്മയുടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മയോണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, പാൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി 2 മുട്ട എടുത്തിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി വേണമെങ്കിൽ ഇടാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ളത് ബ്രെഡാണ്. കുറച്ച് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ട് ഒരു ചുവട് തട്ടുള്ള ഒരു പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് അടിയിലൊന്ന് തേച്ച് കൊടുക്കട്ടെ. നെയ്യ്, ബട്ടർ, ഓയിൽ എന്തായാലും കുഴപ്പമില്ല. അത് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ബ്രെഡ് ഈ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കട്ടെ, ഗ്യാപ്പില്ലാണ്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ലെയറും കൂടി വെക്കണമെങ്കിൽ വെക്കട്ടെ ബ്രെഡ്. എന്നിട്ടൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. ശരിക്കും ഷവർമ്മ കഴിക്കണ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ബ്രെഡ് വേവേണ്ട ടൈം മാത്രമുള്ളൂ, ഒരു 10 മിനിറ്റ് അത്രയും മതി കേട്ടോ. പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, ഒന്നും കൂടി വേവിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.